ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കുറേ ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് വിട്ടിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ വിടാൻ വിചാരിച്ച് ഞാനെന്താ രാവിലെ ഓട്ടാടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓട്ടാട അതാ ലാസ്റ്റത്തെ ഒരു ഓട്ടാട കൂടി വാരാണ്ടായിരുന്നു, അതും കൂടി വാർന്നിങ്ങനെ. അപ്പോൾ ഉമ്മയാണ് ഓട്ടാട ഉണ്ടാക്കുന്നത്, ഞാൻ മൂടി വെച്ചിരിക്കുന്നത്. ഓട്ടാട റെഡിയായി, നല്ല ചൂട് ഓട്ടാട റെഡി ആയിക്കണ്. ഇനി ഇതാ കുറച്ച് ചോറ് തീമട്ടീന്ന്, പിന്നെ ഉച്ചക്കൊക്കെ കൂട്ടാനായിട്ട് ഇപ്പാക്ക് കടയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വാഴത്തട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് ഇതാണ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, ഒന്ന് മൂടി വെച്ചാണ്ട് വേവിക്കുക. അതിലേക്ക് കുറച്ച് സമ്മന്തി വേണം, കുറച്ച് തേങ്ങേൻ്റെ ഒരു സമ്മന്തി ഉണ്ടാക്കി പാടും. കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക് അരിന് ആവശ്യമായിട്ടുള്ള ഒക്കെ കൂടി അരച്ചിക്കാണ്ട് അതിൻ്റെ പാണ്ട് വാർന്നു കൊടുക്കുക, എന്നിട്ട് മിക്സാണ് ചെയ്യുക. വാഴത്തട്ട റെഡി, ഇത്ര ഉള്ളു പണി. ഇനി ചോറ് ഇതാ റെഡി ആയിക്കണം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കട്ടെ വാഴത്തട്ടിയിൽ. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോണത് ചോറ് വെന്താന്നപ്പോൾ ആ അടുപ്പുമ്പോൾ തന്നെയാണ് ഞങ്ങൾ കറി ഉണ്ടാക്കൽ. അപ്പോൾ അതാ ഒരു മൺചട്ടി വെച്ചിങ്ങനെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഒക്കെ പൊട്ടിയാണ് വരുമ്പോഴേക്ക് അതിലേക്ക് എന്തിട്ട് കൊടുക്കുക, തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ട് കൊടുത്ത് അതൊന്നാണ് നല്ലാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൊണ്ട് പാരുക, എന്നിട്ടാണ് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുക്കുക. ഇത്ര ഉള്ളും പണി, വെണ്ടക്ക കറി റെഡിയായി. ഒന്ന് തിളക്കണം കേട്ടോ, നല്ല വെന്ത് വന്നിട്ട് എടുക്കാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുപ്പുമ്പോൾ തന്നെ ഞങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ചീരുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലോണമാണ് വാട്ടുക. ഞങ്ങൾ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പോൾ അവിടെ ചോറൊക്കൊന്നും കൂട്ടാനുണ്ടാവില്ല, അവിടുന്ന് ചോറ് കിട്ടും, ഒരു കൂട്ടാനേ ഉണ്ടാവില്ലുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ട് കൂട്ടുമ്പോൾ ചോറൊന്നും പള്ളിയിൽ കണ്ടെത്തില്ല. അപ്പോൾ കുറച്ച് കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എരിവുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ തേങ്ങയാണ് ഇട്ട് കൊടുത്ത്, ഇങ്ങനെ തേങ്ങ ചിരവിക്കാണ്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലാണ് ഇട്ട് കൊടുക്കുക, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് കൊണ്ട് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് മുളക് പൊടി ആയാലും മതി, പക്ഷേ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയാണ് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുരുമില്ലാത്ത പുളി ഇട്ട് കൊടുക്കുക. കഴുകിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവുവോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ എരിവ് കുറവാന്ന് കണ്ടപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഉഴുന്നും ഉലുവ ഇട്ട് കൊടുത്ത് കണ്ടൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് മിക്സിക്ക് ഇടുക, പൊടിച്ചുക. എല്ലാണ്ട് പൊടിച്ചാണ് വന്നാൽ നമ്മൾ ചമ്മന്തിപ്പൊടി അവിടെ റെഡിയായി. ഇല്ല കേട്ടോ, കുറച്ച് സാധനം കൂടി ഇടാൻ മറന്നു, ഉപ്പിടാൻ മറന്ന് ഉപ്പിട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചിക്ക് പകരം ചുക്കിട്ട് കൊടുത്ത്, ചുക്ക് പൊടിയാട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയാണ് കൊടുത്ത്. അപ്പോൾ ഇത്ര ഉള്ളും പണി, നമ്മൾ ചമ്മന്തിപ്പൊടി അവിടെ ഉണ്ട് റെഡി ആയിക്കണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കിട്ടാ. ഇനി അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ബൈ ബൈ.